നിങ്ങൾ വീഡിയോ ആയി പ്രദർശിപ്പിച്ച മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞ വീഡിയോയിൽ തന്നെ തെറി പറയുന്നതല്ലേ ഇറക്കിയത്. ഞാൻ രണ്ട് വീഡിയോ വലിപ്പം 2-3 വീഡിയോ നാടന്മാർ സംസാരിക്കുന്നു പറഞ്ഞ് ഷെയർ ചെയ്തിരുന്നു എല്ലാ ടീമും. അതിലും വല്ല സ്വഭാവം, കാരണം പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്, ഞങ്ങൾ മാന്യമായിട്ടല്ലാതെ സംസാരിക്കൂല, ഞങ്ങൾ കൊല്ലാനുള്ളവരല്ല, ഞങ്ങൾ ബഹളമുണ്ടാക്കൂല, ഞങ്ങൾ സത്യസന്ധരാണ്. എന്നിട്ട് പ്രവർത്തകർ നേടിയ യോഗ്യതയോ ഒരു സാമ്പിളിന് ഒന്ന് കാണിച്ചു കൊടുക്ക്. എന്നിട്ട് അയാൾ ലക്ഷ്യം തെറ്റാതെ മുന്നിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അന്നപ്പെട്ടൊരു ഓതള ഒരാന്തപ്പെട്ട ഒരു തൊലിച്ച് അയാളെ വെച്ചതാണ് കാന്തപുരത്തിനെ പറ്റി ചന്ദ്ര കുതിര മനസ്സിലാക്കിയത്. എങ്ങനെയുണ്ട് കുതിര, പോത്ത്, ഇനി അതിൽ പറയാൻ ബാക്കിയൊന്നുമില്ല. മനുഷ്യർക്കൊപ്പാണ് കേട്ടോ, മൃഗങ്ങൾക്കൊപ്പല്ല. അതൊരു ചങ്ങായി അന്നെ പിന്നെ കുതിര, പോത്ത് എന്നല്ലാതെ ചങ്ങായി എന്നെ മനസ്സൊന്ന് വിളിച്ചാൻ പറ്റുമോ? അതേ ഉഷാദ് എന്നെ വിളിക്കാൻ പറ്റുള്ളൂ, വേറെ പേരെനിക്ക് ലോകത്തില്ല. ഇജൊരു നല്ലൊരു മനുഷ്യനാണെങ്കിൽ അന്റെ വലിയ എന്ന് പറഞ്ഞ ഒരു കുതിര അപ്പുറത്ത് കുത്തിറക്കുണ്ടല്ലോ, ഓം ഒരു ഉറച്ച വലിയാണെങ്കിൽ എവിടുന്ന ചെങ്ങായി എനിക്ക് ഈ പണ്ഡിതന്മാരെ ചീത്ത പറയാൻ പറ്റുന്നത്? അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ഇതാണ് നമ്മളെ ദിക്കർ. അന്റെ ദിക്കർ എന്താണെന്ന് പറയാൻ എനിക്ക്? അന്റെ ദിക്കർ പേരോട് മോശക്കാരൻ, പേരോട് മോശക്കാരൻ, പേരോട് മോശക്കാരൻ, കാന്തപുരം മോശക്കാരൻ, കാന്തപുരം മോശക്കാരൻ, കാന്തപുരം മോശക്കാരൻ. ഓന്റെ അങ്കെ കുതിര അന്നെ പിന്നെ എന്ത് പേരിട്ടടാ വിളിച്ചണ്ടേ? പിന്നെ ഇജ്ജ് പറഞ്ഞ തെറി, ഇതൊന്നും ഒന്നുമല്ല. തെറി എന്ന് പറഞ്ഞ പച്ച മലയാളത്തിൽ തെറി പറയാനറിയും. രണ്ടാമത്തെ ഒന്ന്, അന്നെ കുതിരെ പോത്തേന്ന് വിളിപ്പിച്ചത് കാന്തപുരം വിഭാഗമാണ്. ഇജ്ജ് എന്റെ വീഡിയോയില് പറയണേ. ഓല വെച്ചാണ്ട് ഇങ്ങനെ അളക്കല്ലേ, സ്റ്റേജിന്മേ കയറിയാണ്ട് ഇങ്ങനെ കാന്തപുരം മോശക്കാരാണ്, വേറോട് മോശക്കാരാണ് ഇങ്ങനെ പറയാം. അതിങ്ങനെ കേൾക്കാൻ കുറച്ച് അന്തം വിട്ട കുറച്ച് മണ്ടപ്പന്മാർ എന്റെ ആകെ 4 മൂലക്ക മണ്ടപ്പന്മാരുണ്ട്. അന്നൊക്കെ കൈകാര്യം ചെയ്യേണ്ട സത്യത്തിൽ ഈ ഇങ്ങനെയല്ല, സ്റ്റേജിന്മേ കയറി കൈകാര്യം ചെയ്യണം. എടാ കുതിര, ഈ കേരളത്തിൽ വേണ്ട, ഈ ലോകത്ത് കാന്തപുരത്തിനെ മറിച്ചൊക്കെ മറ്റൊരു പണ്ഡിതനെച്ച് പറഞ്ഞുതരും. അവിടെ ആനക്ക് ബാക്കിൽ സഹിക്കണ്ട, അനക്ക് സഹിക്കണ്ടെങ്കിൽ ഓനെ കൊണ്ട് ഉപകാരം ഉണ്ടെങ്കിൽ ഇജ്ജ് നടന്നോ, മറിച്ച് മറ്റുള്ളവനെ വെച്ച് കൊണ്ടുപോകല്ലേ. ഈ പറഞ്ഞ പേരോടും ഈ പറഞ്ഞ കാന്തപുരം ഈ പറഞ്ഞ ഇജ്ജ് പറഞ്ഞ ഏതെങ്കിലും ഒരു പണ്ഡിതം എന്നെ കൊണ്ട് സ്റ്റേജിട്ട് എന്തെങ്കിലും പറഞ്ഞു കേട്ടിരുന്നോ? ഇജ് വെറും നേരം വെളുത്ത ഈ മുസ്ലിംസിന്റെ ഇടയിൽ വർഗീയത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, വെറുപ്പുണ്ടാക്കാൻ വേണ്ടി നേരം വെളുത്ത കാന്തപുരത്തിനെയും പേരോടിനെയും ഇവിടുള്ള പണ്ഡിതന്മാരെയും പറയാൻ മാത്രം സ്റ്റേജ് മകരി ഒലത്തല്ലേ. അള്ളാന്റെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ടെന്ന് എനിക്ക് സംശയമൊന്നുമില്ല. ആ കറാമത്തിന് ബഹുമാനപ്പെട്ട മമ്പ്രതങ്ങളാപ്പാന്റെ ചരിത്രം അതെനിക്ക് അറിയും. കടലിന്റെ നടുക്കൊരു കപ്പൽ ഒടുങ്ങി. ആ സമയത്ത് ആ കപ്പലിലുള്ള ആളുകൾ അള്ളാഹുവോട് ദുആ ചെയ്യാണ്, മമ്പ്രതങ്ങളാപ്പാന്റെ കറാമത്ത് ഞങ്ങളൊന്ന് കരക്കണിയാനും റബ്ബേന്ന് അവര് ദുആ ചെയ്തു പറഞ്ഞത് ചരിത്രം അങ്ങനെയാണ്. അങ്ങനെ തങ്ങളാപ്പ ദുആ കേട്ട് കഴിഞ്ഞിട്ട് അവിടെ ഒരു വ്യക്തിനെ എന്ത് ചെയ്തു, തെങ്ങിന്റെ മുകളിൽ കയറ്റിയിട്ട് ചൂട്ട് മിന്നി കൊടുക്കാൻ പറഞ്ഞു. ആ ചൂട്ടിന്റെ വെളിച്ചം ആ കടലിൽ കുടുങ്ങിയ കപ്പലിൽ ആളുകൾ കണ്ട് കരക്കണഞ്ഞു എന്നാ പറഞ്ഞത്. അതാണ് കറാമത്ത്. നൗഷാദിനെ അന്തപ്പെട്ട ഷെയ്ഖിനെയും വെല്ലുവിളിക്കാണ്. ഏത് മേജിക്കൊണ്ടല്ല, ഒറിജിനൽ കറാമത്ത് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ വിളിക്കടാ, ഞാൻ വരാ. ആ എന്റെ പ്ലേസിക്ക് വിളി, എന്റെ കറാമത്തൊന്ന് കാണട്ടെ. എന്റെ തലയിലെ കേട്ടിട്ടല്ലോ, അത് വെറുതെ കറങ്ങണം. എന്റെ ഷെയ്ഖിന് കഴിവുണ്ടെങ്കിൽ കറക്ക് വെല്ലുവിളിക്കുകയാണ്. അതല്ല സ്റ്റേജമ്മ കയറിയാണ്ടേ ഇവിടെ ഇന്ന് ഈ നാട് ഭരിക്കണ ലോകം ഭരിക്കണ പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരെ തെറി പറയാൻ പഠിച്ചാ പോരാ, കറാമത്ത് പുറത്തേക്ക് കാണിച്ച് കേരള യാത്രയാണ് പല പ്രശ്നം. ഏടെ ചെങ്ങായി എന്നോട് അന്ന് ഞാൻ പറഞ്ഞു, ഇജ് 10 കസാരട്ട 2 കസാരൊക്കെ ആളെ കിട്ടൂല. അത് എന്റെ തെറ്റാണ് പക്ഷേ ഇജന് കാന്തപുരത്തിന് പേരോണ്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു കസാല ഇടണ്ട, ഓല മുന്നിക്ക് കസാല ഇട്ട് പണ്ഡിതന്മാര് നല്ല 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 ആളുകള് സഖാഫി മക്കള് ആൾ ചെല്ലും. അതെന്താണ്? ഓല കറാമത്താണ്. അന്റെ മുന്നിക്ക് 10 കസാലട്ട 1 കസാലക്കാരൻ ആളെ കിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അന്റെ വെറുപ്പിച്ചാലാണ്, അന്റെ ചേറ്റത്തരം കൊണ്ടാണ്. അത് മനസ്സിലാക്കിക്കോ.